തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നു. യജ്ഞാചാര്യൻ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് സപ്താഹ യജ്ഞം പുരോഗമിക്കുന്നത്. ശ്രീ വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ട 18 പുരാണങ്ങളിൽ അതിവിശിഷ്ടമാണ് ശ്രീമദ് ഭാഗവതം. വേദവേദാന്തങ്ങളുടെ സാരം സംഗ്രഹിച്ച് വ്യാസമഹർഷി രചിച്ച ശ്രീമദ് ഭാഗവതം ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങൾ പ്രദാനം ചെയ്ത് ഭക്തജനങ്ങളെ പരമമായ മുക്തിപദങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ചരിത്രപ്രസിദ്ധമായ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യജ്ഞാചാര്യൻ സ്വാമി നിഖിലാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് സപ്താഹയജ്ഞം പുരോഗമിക്കുന്നത്. സപ്താഹയജ്ഞത്തിന്റെ 2ാം ദിനത്തിൽ സ്വാമി നിഖിലാനന്ദ സരസ്വതി ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടത്തി. എങ്ങനെയാ മനസ്സ് ഈശ്വരനോട് കൂടി ചേർത്ത് വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെയാണ് കർമ്മയോഗം എന്നുള്ളത് പ്രസക്തമായി തീരുന്നത്. ഈശ്വരൻ എൻ്റെ കൂടെയുണ്ട്, സർവേശ്വരനായിട്ടുള്ള ദിവസവും ഞാൻ ഭഗവാനെ രാവിലെ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ അനുഗ്രഹ ശക്തി എന്നിലുണ്ട്. ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഏതൊരു ശക്തിക്കും എന്നെ ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല. കാരണം സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, മാത്രമല്ല എൻ്റെ പ്രവൃത്തിയെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ജീവിതത്തിൽ ഭയം ഉണ്ടാവുക? ജീവിതത്തിൽ ഭയം ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് പരിഭ്രാന്തി ഉണ്ടാവുക? എവിടെയാണ് നമുക്ക് കാലിടവുക? അപ്പൊ ജീവിതത്തിലെ അനാവശ്യമായിട്ടുള്ള അപകർഷതാബോധം, അതുപോലെ തന്നെ കുറ്റബോധം തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകൾ ചെയ്യാനും ഹേതുവായി തീരുന്നത്, ഇടയായി തീരുന്നത്, നമുക്ക് പരിഭ്രാന്തിക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ടാണ് ഈ ആധ്യാത്മിക യോഗം എന്നുള്ളത് ശീലിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ദൃഢതയുണ്ടാവും. സപ്താഹത്തിൽ പങ്കെടുക്കുവാൻ ദിനംപ്രതി 100 കണക്കിന് ഭക്തനാണ് യജ്ഞശാലയിൽ എത്തുന്നത്. സർവൈശ്വര്യവും ഭഗവാന്റെ അനുഗ്രഹവും തേടുവാനായി ക്ഷേത്രത്തിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനം ഉൾപ്പെടെ ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുള്ളതായി ക്ഷേത്രം രക്ഷാധികാരി കെ പുഷ്പാങ്കദൻ അറിയിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും പാരായണം ശ്രമിക്കുവാനായിട്ടും അർച്ചനയിൽ പങ്കെടുക്കുവാനും അർച്ചനാവേദിയിലെ നിറപറയുടെയും അവൽപ്പറ, മലർപ്പറ തുടങ്ങിയ ഭഗവാന്റെ സർവൈശ്വര്യങ്ങൾ ലഭിക്കുവാനായി ഇവിടെ പറയിട്ട് വരുന്നത്. എല്ലാ ദിവസവും അന്നദാനം നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് പാരായണം കഴിഞ്ഞാൽ ഉടനെ 100 കണക്കിന് ഭക്തജനങ്ങൾ ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ച് ഭക്തിയോടെ മടങ്ങുന്നു. വൈകിട്ട് പ്രഭാഷണമുണ്ട്. അതോടൊപ്പം തന്നെ ദീപാരാധനയോടുകൂടിയാണ് ഓരോ ദിവസവും പരിപാടികൾ സമാപിക്കുന്നത്. വളരെ മഹാത്മ്യമായ ഒരു നിവേദ്യ വഴിപാട്, മഹാനിവേദ്യം തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേന്ദ്രീകരിച്ച് നടക്കുന്നു. 1111 ലിറ്റർ പാൽപായസം ഭഗവാന് നിവേദിക്കുകയും 5555 ഉണ്ണിയപ്പം നിവേദിച്ച് അന്നേ ദിവസം രാവിലെ മുതൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുക്കത്തക്കോണമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യജ്ഞശാലയിൽ വ്യാഴാഴ്ച കപിലാവതാരം, കപിലോപദേശം, ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം, ഋഷഭാവതാരം, ഭദ്രകാളി പ്രാദുർഭാവം എന്നീ പ്രധാന കഥകളാണ് അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls,
transportation facilities to major cities and towns nearby. Advanced technologies and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tiruvura.